നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ആരാണ് മനുഷ്യൻ എന്നാണ്. ആരാണ് മനുഷ്യൻ? കാലാകാലങ്ങളിൽ മനുഷ്യൻ ആരെ എന്ന ചോദ്യത്തിന് പലരും ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർ ഓരോ ഉത്തരം കൊടുത്തു. ആദ്യമായി മനുഷ്യൻ ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം തന്നത് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിൻ. അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ വാലുമുറിഞ്ഞ ഒരു കുരങ്ങാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, വാലുമുറിഞ്ഞ കുരങ്ങായ മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യാരംഗങ്ങളിൽ കുതിച്ചുചാടി നടത്തുമ്പോൾ എന്തേ വാലുമുറിയാത്ത കുരങ്ങ് മരത്തെ ചാടിച്ചാടി നടക്കുന്നു? ഉത്തരം പറയാൻ ഡാർവിൻ പരാജയപ്പെട്ടു. പക്ഷെ ഒരു വ്യാഖ്യാനം തന്നു, മനുഷ്യൻ വാലുമുറിഞ്ഞ കുരങ്ങ്. ജീവിതത്തിൽ പറയുന്നത് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ 5 ജീവികളുടെ സ്വഭാവം ജനിച്ച നാൾ മുതൽ 100 വയസ്സിനുള്ളിൽ കാണിക്കുമെന്ന്. 1 വയസ്സ് മുതൽ ഒരു 7 വയസ്സ് വരെ മനുഷ്യൻ്റെ സ്വഭാവം കുരങ്ങിൻ്റെ സ്വഭാവമാണ്. കുരങ്ങ് പിച്ചുക, ചപ്പുക, തുപ്പുക, വലിച്ചു കീറുക, പിടിച്ചെറിയുക, ഇതാണ് കുരങ്ങ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ബലൂൺ കൊടുക്കുക, ഒരമക്ക് ഒരു ഇരുത്തൽ ഒറ്റഞ്ഞക്ക് പൊട്ടിച്ച് ദൂരെ കളയും. ഒരു നല്ല തലേണി തലവെച്ച് കിടത്തുക, തുണി കീറി പഞ്ഞി കീറി കഷ്ണമാക്കി പുറത്തേക്ക് ഇടും. ഒരു കിലുക്കം കൊടുക്കുക, 2 കിലുക്ക്, 1 കുലുക്ക്, ഒറ്റ ചവിട്ട്, പപ്പട പരുവത്തിൽ കിലുക്കൻ്റെ കല മൊത്തം കഴിയും. അപ്പോൾ കുരങ്ങ് സ്വഭാവം കാണിക്കും 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. 7 വയസ്സ് മുതൽ പിന്നീട് മുമ്പോട്ട് ഒരു 15 വയസ്സ് വരെ ബെരുകിൻ്റെ സ്വഭാവമാണ്. കാഴ്ച ബംഗ്ലാവിലെ ഒരു ജീവിയാണ് ബെരുഗ്. സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കും, സ്പീഡിൽ കുതിച്ചുകൊണ്ടിരിക്കും, ഒരിക്കലും അടങ്ങിയിരിക്കുകയില്ല. കൊച്ചു കുട്ടികളെ കാണാം, 5 പേർ ഇരിക്കാവുന്ന ബെഞ്ച് 3 പേർ ഇരുന്നു, 4-മത്തെ വരുമ്പോൾ 2 ദിക്ക് പുറത്തേക്ക് ചാടിക്കും. ബെരുഗ് സ്വഭാവം. 3-മതൊരു സ്റ്റേജുണ്ട്, അത് കുതിര കാലഘട്ടം എന്നാണ് പറയുക. പ്രത്യേകിച്ച് ടീനേജ് മുതൽ മുമ്പോട്ട് 45, 50, 55, 60 വയസ്സ് വരെയൊക്കെ ഈ കുതിര സ്വഭാവമാണ്. കുതിര സ്പീഡിൽ ഓടും, ഉയരത്തിൽ കുതിക്കും, നീളത്തിൽ ചാടും. ഇതുപോലെ ജീവിതത്തിൽ വിജയങ്ങൾ വെട്ടിപ്പിടിക്കുന്നത് ഈ പ്രായത്തിലാണ്. വിജയങ്ങൾ വെട്ടിപ്പിടിക്കും. ജോലി, ശമ്പളം, വരുമാനം, ഭാര്യ, ഭർത്താവ്, വീട്, വണ്ടി എല്ലാം നേടുന്നത് ഈ കാലഘട്ടത്തിലാണ്. കുതിര സ്വഭാവം. ഒരു 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു 80 വയസ്സ് വരെ കഴുതയുടെ സ്വഭാവം. കഴുത ലോഡുമായിട്ട് നീങ്ങുന്നു, കുറച്ച് കഴിഞ്ഞ് അണപ്പ്, കിതപ്പ്, ക്ഷീണം. മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയാണ്. ഒരു കുതിപ്പ്, ഒരു കിതപ്പ്, ഒരു കിടപ്പ്, ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. 80 കഴിഞ്ഞ പിന്നെ മരണം വരെ പെരുമ്പാമ്പിൻ്റെ സ്വഭാവമാണ്. ചുരുണ്ട് മടങ്ങിക്കിടക്കും, ഇടയ്ക്ക് കോഴിക്കുഞ്ഞിനെ വിഴുങ്ങും കിടക്കും, തവളയെ വിഴുങ്ങും കിടക്കും. അതുപോലെ കുഴമ്പ് പുരട്ടാൻ എഴുന്നേക്കും, കിടക്കും, കാഴ്ചയുടെ പുരട്ടും കിടക്കും, ഭക്ഷണം കഴിക്കും, കിടക്കും, ചൂടുകാപ്പി കുടിക്കും, കിടക്കും. ഇതാണ് ജീവിതം. ഇപ്പം മനുഷ്യനിൽ മൃഗസ്വഭാവങ്ങളുണ്ട്, മൃഗത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഡാർവിൻ പറഞ്ഞ മനുഷ്യൻ വാല് മുറിഞ്ഞ കുരങ്ങ്, അങ്ങനെയുള്ള സ്വഭാവങ്ങൾ മനുഷ്യൻ ഉണ്ട് എന്ന് ഡാർവിൻ പറഞ്ഞു വെച്ചു. 2-മത് ഈ മനുഷ്യനാര് എന്ന ചോദ്യത്തിന് ഒരു നിർവചനം തന്നത് മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, മനുഷ്യൻ സെക്സിൻ്റെ ഭാണ്ഡക്കെട്ടാണ്, ലൈംഗികതയുടെ ഭാണ്ഡക്കെട്ടാണ്. കാരണം ഫ്രോയിഡ് കണ്ടത് ഭ്രാന്തന്മാരെയും ഭ്രാന്തികളെയുമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മനുഷ്യൻ സെക്സിൻ്റെ ഭാണ്ഡക്കെട്ടാണ്. ഡാർവിൻ പറഞ്ഞു വാലു പറഞ്ഞ കുരങ്ങാണ്. അദ്ദേഹം പറഞ്ഞു, ഫ്രോയിഡ് പറഞ്ഞു മനുഷ്യൻ സെക്സിൻ്റെ ഭാണ്ഡക്കെട്ടാണ്. നീറ്റെ എന്ന നാസ്തികനായ ചിന്തകൻ പറഞ്ഞു, ഭൂമി എന്ന ഗോളത്തിൻ്റെ പുറത്തിലെ ആവരണം, അതിലെ ഗുരുതരമായ രോഗം മനുഷ്യൻ. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് നല്ലത്, ജീവൻ അർത്ഥമില്ല. ജീൻ പോൾ സാർത്ത് എന്ന ഫ്രഞ്ച് എത്തേയിസ്റ്റ് അദ്ദേഹം പറഞ്ഞു വെച്ചു, മനുഷ്യനെ ഞാൻ കാണുന്നില്ല, ഞാൻ കാണുന്നത് മാംസപിണ്ഡങ്ങളെ, അഴുകുന്ന മാംസപിണ്ഡങ്ങളെ. അവരെ കാണുമ്പോൾ എനിക്ക് ഓക്കാനിക്കാൻ വരുന്നു പറഞ്ഞു സാർത്ത്. അപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിൽ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു. ഇനി ഒരു ചോദ്യം ആത്മീയമായി ദൈവികമായി ചിന്തിക്കുന്നവർ ഒന്ന് ഓർക്കണം. ഒരു പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ വണ്ടിയുടെ വില നിശ്ചയിക്കുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവറല്ല, ടാപ്പിംഗ് തൊഴിലാളിയല്ല, കശാപ്പുകാരനല്ല. വണ്ടിയുടെ വില നിശ്ചയിക്കുന്നത് വണ്ടി ഉണ്ടാക്കിയ കമ്പനി. മനുഷ്യരുടെ വില നിശ്ചയിക്കുന്നത് ഡാർവിനല്ല, ഫ്രോയിഡല്ല, നീച്ചയല്ല, സാർത്തല്ല.
മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം. അത് ഹിന്ദു മതത്തിലും അത് ഇസ്ലാം മതത്തിലും അത് ക്രിസ്തു മതത്തിലും ദൈവം പറയും ദൈവത്തിൻ്റെ രൂപത്തിൽ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഈശ്വരനിൽ നിന്ന് വന്ന മനുഷ്യൻ ഈശ്വരനിലേക്ക് മടങ്ങും വരെ അസ്വസ്ഥനായിരിക്കും. ഒരു മടക്കയാത്ര ഉണ്ട്. ഈ ഒരു ചിന്ത നമുക്ക് വേണം. അപ്പം നമ്മൾ ആര് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് 4 പ്രത്യേകത ദൈവം തന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും ദൈവം തന്ന 4 പ്രത്യേകത. 1 ബുദ്ധിശക്തി, 2 സ്വാതന്ത്ര്യം, 3 മനസാക്ഷി, 4 അമർത്യത. ഇപ്പോൾ നല്ല നല്ല സന്ദേശങ്ങൾ ശ്രവിക്കാൻ മനസ്സ് വരുന്നതും ഈ 4 സമ്മാനങ്ങൾ നമ്മളിലുള്ളതുകൊണ്ട്. ബുദ്ധിശക്തി, ഏറ്റവും ബുദ്ധിയുള്ള ജീവി മനുഷ്യനാണ്, ഏറ്റവും ബുദ്ധിയുള്ള ജീവി. അതുകൊണ്ട് അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ ചെയ്യാവുന്നതെല്ലാം ചെയ്യണം. പഠിക്കണം, വളരണം, കണ്ടുപിടുത്തങ്ങൾ നടത്തണം, ബൗദ്ധികതയുടെ തലത്തിൽ ശരിക്കും ഉയരണം, അതിൽ വളരാൻ ശ്രമിക്കണം. ബുദ്ധിശക്തി. 2 സ്വാതന്ത്ര്യം. എന്താ സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യന് മാത്രമുള്ളതാണ്. മൃഗത്തിന് സ്വാതന്ത്ര്യമില്ല. നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. ഒരു പട്ടിക്കിട്ട് മറ്റൊരു പട്ടി കടിച്ചാൽ ഈ പട്ടി തിരിച്ചു കടിക്കും. ഒരു പശുവിനിട്ട് മറ്റൊരു പശു കുത്തിയാൽ ഈ പശു തിരിച്ചു കുത്തും. പക്ഷേ ഏതെങ്കിലും പട്ടിക്ക് പറയാൻ പറ്റുമോ എൻ്റെ തലയിലല്ലേ കടിച്ചുള്ളൂ, കടിക്കട വാലേ കൂടെ? പശുവിന് പറയാൻ പറ്റുമോ എൻ്റെ വയറിലല്ലേ കുത്തിയുള്ളൂ, കുത്തടി ഇടതുവശത്ത് കൂടെ? കുത്തിയാൽ പശു തിരിച്ചു കുത്തും, കുരച്ചാപ്പട്ടി തിരിച്ചു വരയ്ക്കും, കടിച്ചാപ്പട്ടി തിരിച്ചു കടിക്കും. മനുഷ്യന് വേണ്ടി പട്ടിയുടെ അത്ര വളർന്നിട്ടുള്ളൂ ചിലത്. എന്തേലും പറഞ്ഞോ പത്തലിട്ട് പറയും, ഒന്നടിച്ചോ തിരിച്ചടിക്കും. അത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. പക്ഷെ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ആത്മീയമായി ധാർമ്മികമായി വളർന്ന മനുഷ്യൻ ഒരാൾ ചീത്ത വിളിക്കുമ്പോൾ മൗനം പാലിക്കും. അടിക്കാനും കൈ ഉയർത്തുമ്പോൾ സൗമ്യതയോടെ നടന്നു പോകും. ഇതാണ് ആത്മീയ മനുഷ്യൻ എന്ന് പറയുക, സ്വാതന്ത്ര്യം. നമുക്ക് ഈ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് അമ്മ കുഞ്ഞുങ്ങളെ തൊട്ടിയിലിട്ട് താരാട്ട് പാടും. എന്താണ് താരാട്ട്? രാരോ രാരി രാരോ. നമ്മളോർക്കും കേൾക്കാൻ രസമുള്ള ലല്ലവി പല്ലവി ഈരടി അമ്മ വെറുതെ പാടുക അല്ല. ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിൽ കിടത്തി ഈശ്വരൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാ, എൻ്റെ ദൈവമേ, ഈ കിടക്കുന്ന ഇവ ആരാരോ അധ്യാപകനായി തീരുവോ, പോലീസാവുമോ, പട്ടാളക്കാരനാവുമോ, രാഷ്ട്രീയക്കാരനാവുമോ, ബാങ്ക് ഉദ്യോഗസ്ഥനാവുമോ, ഇതാരാരോ ഒരു പിടിയുമില്ല. പിന്നെ പറയുന്നു ഇതാരീരാരോ, ഇത് മദർ തെരേസയാണോ, അമൃതാനന്ദമയി ദേവിയാണോ, ശ്രീരാമകൃഷ്ണ പരമഹംസരാണോ, മഹാത്മാഗാന്ധിയാണോ, ഇതാരീരാരോ? നന്നാകാനും മോശമാകാനും നമുക്ക് പറ്റും. ഇപ്പോൾ സ്വാതന്ത്ര്യം, ദൈവം തന്ന സ്വാതന്ത്ര്യം ശരിക്കും ഉപയോഗിച്ച് നന്മയുള്ള അന്തസ്സുള്ള മനുഷ്യരായി ജീവിക്കണം. ബുദ്ധിശക്തി. 2 സ്വാതന്ത്ര്യം. 3 മനസാക്ഷി. എന്താണ് മനസാക്ഷി? ഈശ്വരൻ മനുഷ്യന് കൊടുത്ത ഒരു സമ്മാനം മനസാക്ഷി. കാളയുടെ ചങ്ക്, പോത്തിൻ്റെ ചങ്ക്, പന്നിയുടെ ചങ്ക്, പട്ടിയുടെ ചങ്ക്. പക്ഷേ മനുഷ്യൻ്റെ മനസാക്ഷി, മനുഷ്യന് മാത്രം മനസാക്ഷി. ഒരു സിംഹം ഒരു മനുഷ്യനെ കൊന്ന് തിന്നു കഴിഞ്ഞാൽ വയറ് നിറയുമ്പോൾ കൂർക്കം വെച്ച് കിടന്ന് ഉറങ്ങും. നല്ല മനുഷ്യൻ ഒരു മനുഷ്യനെ കൊന്നാൽ ഉറങ്ങാൻ പറ്റിയല്ല, കിടന്ന് ഉരുളും. ഒരു കൊതുകോ ബിന്ദോ പ്രാണിയോ എരുമ മൂരി പശുവിനെ കടിച്ചാൽ അടുത്തുള്ള മതിലേൽ മരത്തിൽ 2 തിരുമ ഒറ്റ എരുമ മൃഗത്തിൻ്റെ കടി തീർന്നു. മൃഗത്തിൻ്റെ കടി തൊലിക്കടി, മനുഷ്യൻ്റെ കടി മനക്കടി എന്നാണ് പറയുക. നമുക്ക് മാത്രമേ ഉള്ളൂ ഈ മനസാക്ഷിയും മനക്കടിയും. വീട്ടിലെ അമ്മ അടുക്കള നിൽക്കുമ്പോഴല്ല പൂച്ച അകത്ത് കയറി മുഴുത്ത മീൻ കഷ്ണം കടിച്ചുകൊണ്ട് വിടുക. പൂച്ചയ്ക്കറിയാം പിടിച്ചാൽ നാണം കെട്ട പരിപാടി, മർജാര കൊത്തത്തിന് മാനഹാനി, വീട്ടിൽ തുടങ്ങുന്ന വകുപ്പ്. അമ്മ അടുക്കളയിൽ അടിച്ച് പ്രാർത്ഥിക്കാൻ അകത്തെ മുറിയിൽ പോകുമ്പോൾ പൂച്ച ഒതുക്കത്തിൽ ജനലങ്ങ് വന്ന് തിടുക്കത്തിൽ അകത്ത് കയറി വളരെ സ്പീഡിൽ മീൻ എടുത്ത് ഒറ്റ ഓട്ടം. പൂച്ചയ്ക്കുണ്ടോ ധാർമ്മികതയുടെ ക്ലാസ്? തിരുത്താൻ പറ്റിയല്ല. തിരുത്താൻ നമുക്ക് പിന്നെ മനസ്സാക്ഷി. രാവിലെ 10 മണിക്ക് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണെങ്കിൽ രാത്രി കിടക്കാൻ മുമ്പിന് സോറി എന്ന് ഭാര്യയോട് പറയാൻ പറ്റും, മനസ്സാക്ഷി. എൻ്റെ കെട്ടിയവനോട് മോശമായി വാക്ക് പറഞ്ഞു സോറി മാൻ എന്ന് വൈകിട്ട് പറയാൻ പറ്റും, മനസ്സാക്ഷി. എൻ്റെ അപ്പനോടും അമ്മയോടും പരുഷമായി പെരുമാറിയെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പറയാൻ പറ്റും സോറി. മറ്റ് ജീവിതകാലങ്ങൾക്ക് പറ്റിയല്ല, നമുക്കേ പറ്റുള്ളൂ, ഈശ്വരൻ തന്ന മനസ്സാക്ഷി. അപ്പം നമുക്ക് ബുദ്ധിശക്തി, സ്വാതന്ത്ര്യം, മനസ്സാക്ഷി. മറ്റൊന്ന് അമർത്യത.
മരണാനന്ത ജീവിതം നമുക്കുണ്ട്, ആ ഉറപ്പ്. ഈശ്വരനിൽ നിന്ന് വന്നവൻ ഈശ്വരനിലേക്ക് മടങ്ങും, ആ ഉറപ്പ്. ഇതാണ് മനുഷ്യൻ്റെ 4 പ്രത്യേകത. തിരിച്ചറിയാനും വില കൊടുക്കാനും വിലപ്പെട്ടതായി ജീവിതത്തെ കാണാനും നമുക്ക് സാധിക്കട്ടെ. അതിന് നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.